ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല, അല്ലേ? എപ്പോഴും ആരോഗ്യത്തോടെ തുടരാൻ മിതമായ ഭാരം നിലനിർത്തുകയാണ് വേണ്ടത്. പക്ഷേ കുറുക്കു വിദ്യകളിലൂടെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വണ്ണം കുറയ്ക്കുകയാണ് എല്ലാവരുടെയും ലക്ഷ്യം. കൃത്യമായ വ്യായാമം എത്ര കടുത്ത തീരുമാനങ്ങളോടെ തുടങ്ങിയാലും ആരംഭത്തിൽ ചിലപ്പോൾ നിരാശയായിരിക്കും ഫലം. എന്നാൽ വലിയ അധ്വാനമില്ലാത്ത എളുപ്പവഴികളിലൂടെ വണ്ണം കുറയ്ക്കാൻ എല്ലാവർക്കും താല്പര്യമാണ്. സാധാരണ കേട്ടുപരിചയമുള്ള എല്ലാ കുറുക്കു വഴികളും പരീക്ഷിച്ചു പരാജയപ്പെട്ടവരോ, അല്ലെങ്കിൽ പാതി വഴിയിൽ വെയിറ്റ് ലോസ് ചെയ്യണമെന്നാഗ്രഹിച്ച് നടക്കാതെ വന്നപ്പോൾ ഉപേക്ഷിച്ചവരോ ആകും മിക്കവരും. അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ ഈ വീഡിയോ. വെയിറ്റ് ലോസ് ചെയ്യണമെന്നാഗ്രഹിക്കുന്നവർ ഇതുപോലെ നല്ലൊരു കോഫി തയ്യാറാക്കി കുടിച്ചാൽ മതി. കാപ്പിക്ക് വിശപ്പടക്കാനുള്ള കഴിവുണ്ട്. ഭക്ഷണത്തിന് 4 മണിക്കൂർ മുൻപ് കാപ്പി കുടിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. ഇനി കാപ്പി കുടിക്കുന്നതിന്റെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് മെറ്റബോളിസം കൂട്ടാൻ സഹായിക്കും എന്നതാണ്. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറോജനിക് ആസിഡ് ഫാറ്റ് മെറ്റബോളിസം കൂട്ടുകയും ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന കൊഴുപ്പിനെ വർക്കൗട്ടിലൂടെ ശരിയായി ഉപയോഗിച്ച് കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കും. തന്നെയുമല്ല, കലോറി തീരെ കുറഞ്ഞ നല്ലൊരു ഡ്രിങ്ക് കൂടിയാണ് കോഫി. 5ലും താഴെയാണ് കോഫിയുടെ കലോറി. കൂടാതെ കോഫിയിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസായ നിയാസിൻ, പൊട്ടാസ്യം, മഗ്നീഷ്യം, മറ്റ് ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ഡൈജസ്റ്റീവ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനും മസിൽസ് നല്ലതുപോലെ ഫംഗ്ഷൻ ചെയ്യുന്നതിനുമൊക്കെ സഹായിക്കും. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ പറയുന്ന രീതിയിലാണ് കോഫി തയ്യാറാക്കേണ്ടത്. കോഫി തയ്യാറാക്കാനായി ഒരു സോസ് പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇനി ഇതിലേക്ക് 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. ഗ്രാമ്പുവിൽ അടങ്ങിയിരിക്കുന്ന എസൻഷ്യൽ ഓയിൽ വിശപ്പ് കുറയ്ക്കാനും കൊഴുപ്പ് എരിച്ചു കളയാനും വളരെ നല്ലതാണ്. കൂടാതെ ഇത് ഫാറ്റ് സെല്ലിനെ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും. അടുത്തതായി ഇതിലേക്ക് 4 കുരുമുളക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യാനും ഇൻഫെക്ഷൻസ് കുറയ്ക്കാനും ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനുമൊക്കെ സഹായിക്കുന്ന ഒന്നാണ് കുരുമുളക്. അടുത്തതായി ഇതിലേക്ക് 1 ഏലക്ക ഇട്ട് കൊടുക്കുക. മെറ്റബോളിസം കൂട്ടാൻ സഹായിക്കുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഏലക്ക. അടുത്തതായി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചെടുത്ത് ഇട്ട് കൊടുക്കുക. കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൻ്റെ ചില ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കറുവപ്പട്ട. കൂടാതെ ഇത് ഇൻസുലിൻ മെറ്റബോളിസം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഇൻസുലിൻ മെറ്റബോളിസം പലരിലും കൃത്യമായി നടക്കുകയാണെങ്കിൽ വെയിറ്റ് തനിയെ കുറയും. വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഔഷധം കൂടിയാണ് കറുവപ്പട്ട. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായി തിളപ്പിക്കുക. 2-3 സെക്കൻഡ് നല്ലതുപോലെ തിളപ്പിക്കുക. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. 1 ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കുക, കുടിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാപ്പി വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഔഷധം കൂടിയാണ്. വെയിറ്റ് കുറയ്ക്കുന്നതിനോടൊപ്പം കൊളസ്ട്രോൾ കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനുമൊക്കെ വളരെ നല്ലതാണ് ഇതുപോലൊരു കാപ്പി തയ്യാറാക്കി കുടിക്കുന്നത്. ഈ ഒരു കാപ്പി കുടിച്ചാൽ ഉടനടി വണ്ണം കുറയുമെന്ന് ചിന്തിക്കരുത്. കുറച്ചൊക്കെ ഡയറ്റിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കണം. അല്പസ്വല്പം വ്യായാമം ചെയ്യുന്നതും പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും. ജീവിതശൈലിയിൽ ഉൾപ്പെടുന്ന പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ അമിതവണ്ണം കുറച്ചുകൊണ്ട് മനോഹരമായ ശരീരഘടന നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കൂ എന്ന കാര്യം ആദ്യമേ തിരിച്ചറിയാം. അതിനുവേണ്ടി ക്രമമായ ഭക്ഷണക്രമം, വ്യായാമം, ഉറക്കം എന്നിവയെല്ലാം ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. അപ്പോഴാണ് വിപരീത ഫലമില്ലാതെ വണ്ണം കുറയ്ക്കാൻ സാധിക്കൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഇതുപോലെ നല്ലൊരു കാപ്പിയും കൂടെ തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ വണ്ണം കുറയ്ക്കുന്ന കാര്യത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്യുക. ഇങ്ങനെയൊരു കാപ്പി തയ്യാറാക്കി കുടിച്ചതിന് ശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ. ഈ ഒരു ഇൻഫോർമേഷനും റെസിപ്പിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്